ചാമ്പയ്ക്ക നമ്മളൊക്കെ വേണ്ട പ്രാധാന്യം കൊടുക്കാതെ താഴെ പൊഴിഞ്ഞു വീണ് ചവിട്ടിത്തേച്ച് നശിപ്പിച്ച് കളയുന്ന വളരെ ഫലപ്രദവും പോഷക പ്രാധാന്യവുമുള്ള ഒരു ചെറിയ പഴവർഗ്ഗമാണ് ചാമ്പയ്ക്ക. എന്നാൽ ഇതിൻ്റെ പോഷക ഗുണവും ശരീരത്തിന് നൽകുന്ന ആരോഗ്യ ഗുണങ്ങളും മനസ്സിലാക്കിയാൽ ഇത് ആരും ഒന്നുപോലും നശിപ്പിച്ച് കളയാനായിട്ട് ശ്രമിക്കുകയില്ല. അപ്പോൾ നമുക്ക് ഈ ചാമ്പയ്ക്കയെ പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ചാമ്പയ്ക്കയെ പറ്റിയാണ്. ആരും ചാമ്പയ്ക്ക നിസ്സാരമായി കണക്കാക്കി കളയരുത്. ഇതിൻ്റെ കുരു ഒഴിവാക്കിയതിന് ശേഷം ഇഷ്ടം പോലെ കഴിച്ചോളൂ. യാതൊരു സൈഡ് എഫക്റ്റുമില്ല. കുട്ടികൾക്കും കഴിക്കാം. ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ വളരെ വലുതാണ്. ഹൃദയാഘാതം കുറയ്ക്കുന്നു, കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നു, രക്തക്കുഴലിലൂടെയുള്ള രക്തയോട്ടം സുഗമമാക്കുന്നു, ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കൂട്ടുന്നു, വിളർച്ച അകറ്റുന്നു, മലബന്ധം ഇല്ലാതാക്കുന്നു, ക്യാൻസർ സെല്ലിൻ്റെ വളർച്ചയെ തടുക്കുന്നു, ക്യാൻസർ വരാതെ ശരീരത്തെ സംരക്ഷിക്കുന്നു, ദഹന സംബന്ധമായ പ്രശ്നങ്ങളെ ഇല്ലാതാക്കുന്നു, മൂത്രാശയ രോഗങ്ങൾ കുറയ്ക്കുന്നു എന്ന് വേണ്ട അങ്ങനെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഈ പഴവർഗ്ഗത്തിനുണ്ട്. ഇത് ഹൃദയത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിൽ വളരെയധികം സഹായിക്കുന്നു. നല്ലതുപോലെ പഴുത്തതിന് നല്ല മധുരവും അത്രത്തോളം പഴുക്കാത്തതിന് അല്പം പുളി കലർന്ന മധുരവുമാണുള്ളത്. എന്തുതന്നെയായാലും ഇത് കഴിക്കാൻ സ്വാദുള്ളതും ആരോഗ്യം പ്രദാനം ചെയ്യുന്നതുമാണ്. ഇതിൻ്റെ കുരു കളഞ്ഞ് അങ്ങനെ തന്നെ കഴിക്കാം. അല്ലെങ്കിൽ ജ്യൂസ്, അച്ചാർ, വൈൻ, സ്ക്വാഷ് എന്നീ നിലകളിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇത് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു, നാനാ തരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങളെ സംഭാവന ചെയ്യുന്നു. ക്യാൻസർ ബാധിച്ച കോശങ്ങളെപ്പോലും പുനരുജ്ജീവിപ്പിക്കാൻ കൂടി ഇതിന് കഴിയുമെന്ന് പഠനങ്ങൾ പറയുന്നു. നിരവധി പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ ചാമ്പയ്ക്ക. ഇതിനെ റോസാപ്പിൾ എന്ന് ഇംഗ്ലീഷിൽ വിളിക്കുന്നു. ഇത് സ്ഥിരമായി കഴിക്കുന്നവരിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കുറവായിട്ടാണ് കാണുന്നത്. ഒരു കാലഘട്ടത്തിൽ, അതായത് പണ്ടൊക്കെ ഇത് കേരളത്തിൽ എല്ലാ വീടുകളിലും നട്ടു വളർത്തിയിരുന്നു. അന്നൊക്കെ ചാമ്പയ്ക്ക ഇല്ലാത്ത വീടുകൾ കുറവാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഫലമാണ് ചാമ്പയ്ക്ക. പലരുടെയും കുട്ടിക്കാലത്തെ ഓർമ്മകളിലും സ്കൂൾ ജീവിത അനുഭവങ്ങളിലും ഈ ചാമ്പയ്ക്കയുമായി ബന്ധപ്പെട്ട് ഓർമ്മകൾ മനസ്സിൽ ഓടിയെത്താറുണ്ട്. സ്കൂളിലേക്കുള്ള യാത്രയിലും മടക്കയാത്രയിലും വഴിവെക്കിലും വേലിയിറമ്പിലുമൊക്കെ കായ്ച്ചു നിൽക്കാറുള്ള ചാമ്പമരത്തിൽ നിന്നും ചാമ്പയ്ക്ക തല്ലിയിട്ട് കഴിച്ചിരുന്ന കാലം പലരുടെയും ഓർമ്മകളിലുണ്ടാകും. എന്നാൽ ഇന്ന് മനുഷ്യൻ്റെ ജീവിത രീതിയും രുചി വ്യത്യസ്തതയും മാറി. രുചിയേറിയതും പൊരിച്ചതും വറുത്തതും കൊഴുപ്പുകൾ നിറഞ്ഞതുമായ ഭക്ഷണത്തിനോടുള്ള താല്പര്യമേറിയപ്പോൾ പോഷകപ്രദമായ ഇത്തരം പഴവർഗ്ഗത്തെ അവഗണിക്കാൻ തുടങ്ങി. ഇത് മാത്രമല്ല, പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്ന കാര്യത്തിൽ തന്നെ മലയാളികൾക്ക് മടിയാണ്. തന്മൂലം ജീവിതശൈലി രോഗങ്ങളും അപകടകരമായ മറ്റു പല രോഗാവസ്ഥകളും ഇന്ന് നമ്മുടെ ഇടയിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. ചാമ്പയ്ക്ക വളരെ സ്വാദുള്ളതും മധുരമേറിയതും കഴിക്കാൻ നല്ലതുമാണ്. ചാമ്പയ്ക്ക വെള്ള, റോസ്, ചുവപ്പ് എന്നിങ്ങനെ പല നിറത്തിലുണ്ട്. ഇതിൻ്റെ പുഷ്പങ്ങൾക്കും നല്ല റോസ് നിറമാണ്. ഇതിൻ്റെ പുഷ്പങ്ങളും ഭക്ഷ്യയോഗ്യവും കഴിക്കാൻ സ്വാദുള്ളതുമാണ്. ഇതിൻ്റെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ പടർന്ന് പന്തലിച്ച് വളരുന്ന ഒരു ചെറുവൃക്ഷമാണ് ചാമ്പ. ഇതിൽ നീണ്ടതും ഉരുണ്ടതുമായ കായ്കൾ ഉണ്ടാകുന്നു. ഇതിൻ്റെ കായ്ക്ക് പനിനീർപ്പൂവിൻ്റെ ഗന്ധവും നിറവുമുള്ളതാണ്. അഗ്രം കൂർത്ത അല്പം നീണ്ട വിടർന്ന ഇലകളാണ് ഇതിനുള്ളത്. ഒരു കാലത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വീടുകളിൽ ഇത് നട്ടു വളർത്തിയിരുന്നു. ഇതിൻ്റെ ശാസ്ത്രനാമം സിസീജിയം അക്യൂവിയം എന്നാകുന്നു. ഇതിനെ ചാമ്പയ്ക്ക, ജാമ്പയ്ക്ക, ഉള്ളി ചാമ്പങ്ങ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നു. ചാമ്പമരത്തിൽ ചാമ്പയ്ക്ക നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ തന്നെ വളരെ മനോഹരമാണ്. മണിയുടെ രൂപത്തിൽ ചുവപ്പ് നിറത്തിൽ മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ചാമ്പയ്ക്ക കാണുന്നത് നല്ല ഭംഗിയുള്ളതാണ്. ഈ ചാമ്പയ്ക്കയിൽ അടങ്ങിയിരിക്കുന്ന പോഷകഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
ചാമ്പയ്ക്കയിൽ ധാരാളം പോഷക ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ വിറ്റാമിൻ സി, വൈറ്റമിൻ എ, തയാമിൻ, നിയാസിൻ, കാൽസ്യം, ഇരുമ്പ്, പൊട്ടാസ്യം, കോപ്പർ, ഫോസ്ഫറസ്, ജംബോസിൻ എന്ന ആൽക്കലൈഡ്, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങളൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഈ പഴത്തിൽ ഏതാണ്ട് 70% ജലാംശം അടങ്ങിയിരിക്കുന്നു. 100 ഗ്രാം ചാമ്പയ്ക്കയുടെ ഫലത്തിൽ 11.5 മില്ലിഗ്രാം വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഈ ചാമ്പയ്ക്ക കഴിക്കുന്നത് മൂലമുള്ള ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഇത് ശരീരത്തിലെ കൊളസ്ട്രോളിനെ അകറ്റുന്നു. ചാമ്പയ്ക്ക അതായത് റോസാപ്പിൾ കഴിക്കുന്നവരിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കുറവായിട്ടാണ് കാണാറുള്ളത്. ഇത് ശീലമാക്കിയവരിൽ ഇതിലെ നാരുകളും പോഷകങ്ങളും മൂലം രക്തക്കുഴലിലെ കൊഴുപ്പിനെയൊക്കെ അകറ്റി രക്തയോട്ടം സുഗമമാക്കി തീർക്കുന്നു. ശരീരവണ്ണം കുറച്ച് ഹൃദയാഘാതം, പക്ഷാഘാതം എന്നിവയുണ്ടാകാനുള്ള ചാൻസിനെയും ഇത് കുറയ്ക്കുന്നു. ചാമ്പയ്ക്കയിൽ ധാരാളം ജംബോസിൻ എന്ന ഘടകം അടങ്ങിയിരിക്കുന്നതിനാൽ പ്രമേഹത്തെ നിയന്ത്രിക്കാനായിട്ട് ഇത് സഹായിക്കുന്നു. പ്രമേഹ രോഗികൾ ചാമ്പയ്ക്ക സ്ഥിരമായി കഴിക്കുന്നത് രോഗത്തിൻ്റെ തീവ്രതയെ കുറയ്ക്കുന്നു. ജംബോസിൻ ഒരുതരം ആൽക്കൈഡാണ്. ഇത് സ്റ്റാർച്ചിനെ പഞ്ചസാരയാക്കി മാറ്റുകയും ഇതുവഴി പ്രമേഹം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. പാൻക്രിയാസിൻ്റെ തീവ്രമായ പ്രവർത്തനത്തെ കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. ഇതിൽ ഫൈബർ ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ വയറിൻ്റെ അസ്വസ്ഥതകളെ അകറ്റി നല്ല തരത്തിൽ ദഹനത്തിന് ഇത് സഹായിക്കുന്നു. മലബന്ധ പ്രശ്നം അനുഭവിക്കുന്നവർ ചാമ്പയ്ക്ക കഴിക്കുന്നത് നല്ലതാണ്. പ്രശ്നം മാറിക്കിട്ടും. ഈ ചാമ്പയ്ക്കയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻ്റ് ഘടകങ്ങളും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങളും വൈറ്റമിനുകളും വൈറ്റമിൻ സിയുടെയും സാന്നിധ്യമൊക്കെ ക്യാൻസറിനെ തടയാനും ക്യാൻസർ ബാധിച്ച കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനും സഹായിക്കും എന്ന് പഠനങ്ങൾ പറയുന്നു. ആയതിനാൽ ഡയറ്റിൽ ചാമ്പയ്ക്ക ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഈ ചാമ്പയ്ക്ക ചർമ്മ സംരക്ഷണത്തിനും പ്രധാന പങ്ക് വഹിക്കുന്നു. ഇതിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഈ വൈറ്റമിൻ സി ചർമ്മ സംരക്ഷണത്തിനും സഹായമാകുന്നു. ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടാകാതെ നല്ല രീതിയിൽ ചർമ്മത്തെ സംരക്ഷിക്കാനായിട്ട് സഹായിക്കുന്നു. ചാമ്പയ്ക്ക കഴിക്കുന്നത് മോണകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇതിൻ്റെ ജ്യൂസ് കഴിക്കുന്നതിലൂടെ വൃക്കയെയും കരളിനെയും ശുദ്ധീകരിക്കാനും ക്ലിയറാക്കാനുമൊക്കെ സഹായിക്കുന്നതായി പഠനങ്ങൾ പറയുന്നു. ചാമ്പയ്ക്ക ദിവസവും കഴിക്കുന്നത് മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കും. ഇത് ഹൃദയത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിൽ വളരെയധികം സഹായിക്കുന്നു. ഇനിയും ചാമ്പയുടെ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. പടർന്ന് പന്തലിച്ച് വളരുന്ന ഒരു ചെറുവൃക്ഷമാണ് ചാമ്പ. വിത്ത് വഴിയാണ് ഇതിൻ്റെ വംശവർദ്ധനവ് കൂടുതലായിട്ട് നടക്കുന്നത്. ഇത് നട്ടാൽ തന്നെ കാര്യമായ പരിചരണം ഒന്നും ആവശ്യമില്ലാത്ത ഒരു ചെറുവൃക്ഷമാണ്. ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ പോലും ഇത് നന്നായി വളരാറുണ്ട്. ഇതിൻ്റെ കുരു പാകി കിളിപ്പിച്ചതിന് ശേഷം 3 മാസം കഴിഞ്ഞ് നമുക്ക് പറിച്ചു നടാം. തൈകൾക്ക് വേണ്ടി മൂത്ത് പഴുത്ത കായിൽ നിന്നുള്ള വിത്തുകൾ വേണം എടുക്കേണ്ടത്. ചട്ടിയിലും നമുക്കിത് നട്ടു വളർത്താം. 3 മാസം കഴിയുമ്പോൾ വേറെ സ്ഥലത്തേക്ക് പറിച്ചു നടാം. 1.5 അടി നീളവും വീതിയും താഴ്ചയുമുള്ള കുഴികളെടുത്ത് വളക്കൂറുള്ള മേൽമണ്ണിട്ട് മൂടിയ ശേഷം നമുക്കിവിടേക്ക് തൈകൾ പറിച്ചു നടാം. എന്നാൽ വിത്തില്ലാത്ത ഇനങ്ങളുടെ വംശവർദ്ധനവ് തണ്ടുകൾ മുറിച്ച് നട്ട് കിളിർപ്പിച്ചാണ് സാധ്യമാക്കുന്നത്. നല്ല കനമുള്ള തണ്ടുകൾ മുറിച്ചെടുത്ത് വേര് പിടിപ്പിച്ച് പുതിയ തൈകൾ നമുക്ക് ഉണ്ടാക്കാം. വേണമെങ്കിൽ വേര് ശക്തിപ്പെടുത്താനായി ഏതെങ്കിലും റൂട്ട് ഹോർമോണുകൾ ഉപയോഗിക്കാനും സാധിക്കും. ആരോഗ്യകരമായി വളർന്നു വരുന്ന സസ്യം 1 വർഷത്തിനു ശേഷം ഇതിൽ ഫലം കായ്ച്ചു തുടങ്ങും. അരി കഴുകിയ വെള്ളവും കഞ്ഞിവെള്ളവുമൊക്കെ ചാമ്പയുടെ ചുവട്ടിൽ ഒഴിച്ചാൽ നല്ലതുപോലെ കായ പിടിക്കും. വർഷത്തിൽ എല്ലാ കാലത്തും ഇത് കായ്ഫലം നൽകും. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ചാമ്പയ്ക്കയെപ്പറ്റിയും ചാമ്പയെപ്പറ്റിയും പറയാനുള്ളത്. ഈ പോഷകഗുണമുള്ള ഫലം ആരും വെറുതെ കളയരുത്. ശരീരത്തിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഈ ചാമ്പയെപ്പറ്റി പറയാനുള്ളത്. ഇനി ഞാൻ മറ്റൊരു ഔഷധ സസ്യമായി കടന്നു വരും വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.